മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായ വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരുന്നു. മഴയും കോടമഞ്ഞും തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നു. അതുല്യ രാമചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും 5 പേർക്കുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും മഴയും കോടമഞ്ഞും ഈ തെരച്ചിലിനടക്കം തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? കാർത്തു, വയനാട് മണ്ണിടിച്ചിലുണ്ടായ ആ ഒരു ദുരന്തത്തിൽ ഇപ്പോൾ അന്വേഷണം അല്ലെങ്കിൽ ഒരു ഇരട്ട അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ ഒരു അപകട സ്ഥലം സന്ദർശിക്കുന്നതിനായി എത്തും, അങ്ങോട്ടേക്ക് കള്ളാടിയിലേക്ക് എത്തും. സർക്കാരിൻ്റെ ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിക്കാൻ എത്തുക. നിലവിൽ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 പേരെയാണ് കാണാതായിരിക്കുന്നത്. 7 പേർ ആശുപത്രികളിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. ഈ അപകടത്തിൽപ്പെട്ട എല്ലാവരും തന്നെ അതിഥി തൊഴിലാളികളാണ് എന്നുള്ളതാണ് മറ്റൊരു വിവരം. മരിച്ച 3 പേർ, അതുപോലെ തന്നെ കാണാതായ 5 പേർ, മറ്റ് ആശുപത്രിയിലുള്ള പരിക്കേറ്റവർ, ഇവരെല്ലാവരും തന്നെ അതിഥി തൊഴിലാളികളാണ്. ഈ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. എംബാം ചെയ്ത ശേഷം എല്ലാവരുടെയും മൃതദേഹങ്ങൾ അവരവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകും. എയർലിഫ്റ്റ് ചെയ്താണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. നമുക്കറിയാം, ഇത്തരത്തിൽ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ മൃതശരീരങ്ങളാണ്. അത് മറ്റ് രീതികളിൽ ജന്മനാട്ടിലേക്ക് ട്രെയിൻ മാർഗമോ അല്ലെങ്കിൽ വിമാന മാർഗമോ എത്തിക്കുന്നതിനേക്കാളും പ്രായോഗികം ഇത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്യുക എന്നതാണ്. മറ്റൊന്ന്, സർക്കാർ വ്യക്തമാക്കിയിരുന്നു, എത്രയും വേഗം ഇവരുടെ മൃതശരീരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എയർലിഫ്റ്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5 പേരെ കാണാതായിട്ടുള്ള 5 പേരെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ഈ മണ്ണിന് അടിയിൽ എവിടെയായിരിക്കും ഇവർ എന്നതിൽ യാതൊരു പ്രതീക്ഷ അല്ലെങ്കിൽ എവിടെയായിരിക്കും ഇവർ എന്നതിലൊരു സൂചനയും ഇല്ല എന്നുള്ളതാണ്. ഈ മണ്ണ് ഒഴുകി പരന്ന ഒരു പ്രദേശം, അതായത് ഈ കൂന കൂട്ടിയിട്ടിരുന്ന മണ്ണ് അവിടെ നിന്ന് ഒഴുകി പരന്ന് വലിയൊരു പ്രദേശത്തേക്ക്, ഈ പാലത്തിന് മുകളിലും അതുപോലെ തന്നെ അതിന് വശത്തുള്ള റോഡിലും എല്ലാം പതിച്ചിട്ടുണ്ട്. അവിടെ ഏത് ഭാഗത്തായാണ് ഈ തൊഴിലാളികൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ മണ്ണ് ഒലിച്ചു വരുമ്പോൾ അവർ എവിടേക്കെങ്കിലും തെറിച്ചു പോയിട്ടുണ്ടാകുമോ മുതലായ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു വ്യക്തതയുമില്ല. ഇന്നലെ കേബിൾ ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും അത് വ്യക്തമായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സ്നിഫർ നായകൾ, അതുപോലെ തന്നെ കെഡാവർ നായകൾ എന്നിവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. മണം പിടിച്ചു കണ്ടെത്താനും അതുപോലെ തന്നെ മൃതശരീരങ്ങൾ കണ്ടെത്താനും പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ബ്രീഡ് ആണ് ഈ പറയുന്ന സ്നിഫർ നായകളും കെഡാവർ ഡോഗുകളും എല്ലാം തന്നെ. ഈ പ്രദേശത്തെ 4 സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓരോ സംഘത്തിലും എല്ലാ പോലീസ്, ഫയർഫോഴ്സ്, NDRF അങ്ങനെ എല്ലാത്തിലും നിന്നുള്ള ആളുകൾ ഓരോ സംഘത്തിലുമുണ്ട്. ഇവർ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും മഴ നിന്നിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ ചെറിയ രീതിയിൽ മഴയൊന്ന് ശമിച്ചപ്പോഴാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ അപ്പോഴും ചെറുതായി മഴ പൊടിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ നേരം വരെയും മഴ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വലിയ രീതിയിൽ കുത്തിയൊലിച്ച് പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ ചെറുതായി നിർത്താതെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നം തോന്നുന്നില്ലെങ്കിലും വലിയ രീതിയിൽ കോട രൂപപ്പെടാനും അതുപോലെ തന്നെ വെള്ളക്കെട്ടിനും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മണ്ണ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു എക്സ്കവേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇട്ടിരിക്കുന്ന മണ്ണാണ്. വെള്ളം വീഴുമ്പോഴേക്കും അത് ഒരു ചളി രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ടിലേക്ക് മാറുന്ന രീതിയിലുള്ള മണ്ണാണ്. അത് രക്ഷാപ്രവർത്തനത്തിനൊരു വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ കൂടി ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. സമീപത്ത് തന്നെ പുഴയാണ്, മലയോര മേഖലയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വൃഷ്ടി പ്രദേശത്ത് അപ്രതീക്ഷിതമായി ഒരു മഴ പെയ്താൽ തന്നെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ മലവെള്ളപ്പാച്ചിൽ എന്നുള്ളൊരു ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവിടെ ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. മറ്റൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാലത്തിലെ മണ്ണ് നീക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാലത്തിലെ മണ്ണ് നീക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് തൊട്ടു മുന്നിലുള്ള റോഡിലെ മണ്ണ് നീക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഗതാഗതം ചൂരൽമല, അട്ടമല,
മേപ്പാടി, വെള്ളാർമല തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടും. അത് ഒരു പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള കാര്യമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട്ടിൽ. മാത്രമല്ല വയനാട്ടിൽ ശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ അപകട മേഖലയിൽ തന്നെ വരുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചൂരൽമലയും അട്ടമലയും എല്ലാം തന്നെ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവർക്ക് പുറത്തെത്തിക്കാനുള്ള ഒരു വഴി അത് എല്ലാ സമയത്തും തുറന്നു കിടക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പാത പുനഃസ്ഥാപിക്കുക, ഗതാഗതയോഗ്യമാക്കുക എന്നതിനും ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അതുല്യാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ദുരന്തത്തിൽ സഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നൽകും. അവരുടെ ചികിത്സ നടത്തും. മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് എത്തിക്കും. അപകടത്തിൽ സർക്കാർ സാങ്കേതിക പഠനം നടത്തുമെന്നും കരാർ കമ്പനി വീഴ്ച വരുത്തിയോ എന്ന് പരിശോധിക്കുമെന്നും അപകട സാധ്യത പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണം തുടരുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹായം കൊടുത്തതിന് 5 ലക്ഷം രൂപ വീതം അവരുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ നടത്തും. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എത്തിക്കും. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച ഉണ്ട്. നീക്കം ചെയ്യാത്തതിൽ അതല്ലേ പരിശോധിക്കുമെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് പ്രതികളെ കണ്ടെത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദമായ പഠനം, 2 അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും. ഇത് 2 അന്വേഷണമാണ്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായാണ് ഫോണിൽ സംസാരിച്ചത്. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് കേന്ദ്രമന്ത്രി കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കേരളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ കേന്ദ്രമന്ത്രി തൃപ്തി പ്രകടിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗം അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. PSC ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം നൽകാൻ ആവശ്യപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾ രക്ഷപ്പെടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് PSCയിൽ ഉണ്ടായിരിക്കുന്നത്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ വിവാദമായ പ്രോസിക്യൂഷൻ ഉത്തരവ് കോടതിയിൽ നൽകിയില്ലല്ലോ, ഉത്തരവിറക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ടും ഉത്തരവ് കൊടുത്തില്ലല്ലോ എന്നും പിണറായി സർക്കാർ അതുപോലെ ചെയ്തില്ലല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വീണ്ടും ചോദ്യം ചോദിച്ച മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ട് കോടതിയിൽ കൊടുത്തില്ലല്ലോ. അല്ലല്ല, കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതി കൊടുത്തത്. ഇതിൻ്റെ അകത്ത് ഗൗരവതരമായൊരു നിയമപ്രശ്നം കൂടിയുണ്ട്. കാരണം ഈ ആക്ട് അനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ, ഞാൻ ഈ കേസല്ല, ഈ കേസിൽ ഞങ്ങൾ തീരുമാനമെടുത്തു, പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുമതി കൊടുത്തു. പിണറായി സർക്കാർ അത് കൊടുത്തിട്ടുണ്ടായില്ല, ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനെന്തായിരുന്നു ബഹളം? ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് പോലും
ഞങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ കൊടുത്ത ഉത്തരവിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ കോടതിയിൽ കൊടുക്കണ്ടെന്ന് പറയും. ഞാനാ വിളിച്ചു പറഞ്ഞ കോടതിയിൽ കൊടുക്കണ്ടെന്ന്. പ്ലീസ് മിണ്ടായി, ഞാൻ സംസാരിച്ച് തീർക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ ഇത് കൊടുത്തു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ, പിന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 10ാം പ്രതി നവാസിന് ഹൈക്കോടതി 1 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. പക്ഷാഘാതം ബാധിച്ച ശരീരം തളർന്നുവെന്ന മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 15 പ്രതികളിൽ ഒരാളായ നവാസ് 1 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. 2021 രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്നത്. SDPI സംസ്ഥാന സെക്രട്ടറി K. ഷാൻ ആലപ്പുഴ വണ്ണഞ്ചേരിയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഈ സംഭവം. പ്രതികളെല്ലാവരും SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. കോടതിയലക്ഷ്യ കേസിൽ K. സുധാകരൻ MPക്ക് ആശ്വാസം. ഹൈക്കോടതിയെ പരസ്യമായി വിമർശിച്ചതിന്റെ പേരിലുള്ള കോടതിയലക്ഷ്യ നടപടികളാണ് മാപ്പ് അപേക്ഷിച്ചതിന് പിന്നാലെ കോടതി അവസാനിപ്പിച്ചത്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ CBI അന്വേഷണം ഒഴിവാക്കിയ ഡിവിഷൻ ബെഞ്ച് വിധിയെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് സുധാകരനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് എടുത്തിരുന്നത്. എന്നാൽ കോടതി മുൻപാകെ നേരിട്ടെത്തി അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയുമായിരുന്നു. കോടതിയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും സാന്ദർഭികമായി സംഭവിച്ചതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് K. സുധാകരൻ സത്യവാങ്മൂലം സമർപ്പിക്കുകയും നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഖേദപ്രകടനം വിശ്വാസ്യത്തിലെടുത്ത കോടതിയലക്ഷ്യ നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു.